ഹായ് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഫ്രാൻസിൽ ഡെൽറ്റ 3 ഒരു പെയ്ഡ് പാർക്കിങ്ങിൻ്റെ ഉള്ളിലാണ്. ഇപ്പോൾ നാട്ടിലെ എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് വണ്ടീൻ്റെ ഉള്ളിലെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന്. അപ്പോൾ അത് ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. വണ്ടിക്കകത്തേക്ക് കയറാൻ അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്, അതുകൊണ്ട് ഒരു 4 സ്റ്റെപ്പ് ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എൻ്റെ ബെഡ് സ്പേസും അതുപോലെ തന്നെ അവിടെയുള്ള സ്റ്റോറേജും കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് ബെഡ് വരുന്നത്. ഇത് മടക്കി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലായിട്ട് ഇതേപോലെ കുറച്ച് സ്റ്റോറേജ് ഉണ്ട്. ഒരു സ്റ്റോറേജിനകത്ത് ഞാൻ വണ്ടിയുടെ ടൂൾസും കാര്യങ്ങളും ബെൽറ്റൊക്കെയാണ് വെച്ചേക്കുന്നത് കേട്ടോ. അതിൻ്റെ നേരെ അപ്പുറത്തെ സൈഡിലായിട്ട് ഒരു ബോക്സും കൂടെ വരുന്നുണ്ട്. അതിനകത്ത് ഞാൻ മാക്സിമം വെള്ളം പിടിച്ച് വെക്കാറാണ്. പിന്നെ ഇതേപോലത്തെ 2 പെട്ടിയുണ്ട്. ഇതിനകത്ത് എൻ്റെ ഗ്ലൗസ് അതുപോലെ വണ്ടിയുടെ ഗ്ലാസ് ക്ലീൻ ചെയ്യുന്ന ഷാമ്പുവും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് കേട്ടോ. പിന്നെ ഈ കാണുന്നതാണ് എൻ്റെ അടുക്കള. ഇതിനകത്താണ് ഗ്യാസ് സ്റ്റവും പാത്രങ്ങളും അതുപോലെ തന്നെ കട്ടിംഗ് ബോർഡും കാര്യങ്ങളൊക്കെ ഇതിനകത്തൊക്കെയാണ് വെച്ചേക്കുന്നത് കേട്ടോ. ഇതാണ് ഫ്രിഡ്ജ്. അത്യാവശ്യം വലുപ്പമുണ്ട്. ഇത് ഇപ്പോൾ തുറന്ന് കാണിക്കുവാണെങ്കിൽ ഇതിനകത്ത് ഫുള്ള് സാധനമാണ്. അപ്പോൾ സാധനം ഇരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഉള്ളിലത്തെ സ്പേസും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് വ്യക്തമാവില്ല. അപ്പോൾ ഞാൻ ഇതിനകത്ത് എത്ര സാധനം കൊള്ളും എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഒരു ബെഡ്. അതുപോലെ തന്നെ ഇതിൻ്റെ മേലെയായിട്ട് ഇതുപോലെ ഒരു ബെഡും കൂടെ ഉണ്ട്. ഇപ്പോൾ 2 പേർക്ക് കിടക്കാൻ പറ്റുന്ന സൗകര്യമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒറ്റക്കായതുകൊണ്ട് ഈ മേലത്തെ ബെഡിനകത്ത് എൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ അതുപോലെ ഞാൻ ഉപയോഗിക്കാത്ത സാധനങ്ങളൊക്കെ ഇതിൻ്റെ മേലെയാണ് കേട്ടോ വെക്കാറ്. പിന്നെ ഇവിടെ ഒരു കർട്ടണും വരുന്നുണ്ട്. അത് നമ്മൾ കിടക്കുമ്പോൾ ഇങ്ങനെ വിരിച്ചിടുന്നത് ആണ്. പിന്നെ ഈ ബെഡിന് ഇവിടെ ഒരു ലോക്ക് ഉണ്ട് കേട്ടോ. ഈ ലോക്ക് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബെഡ് നമുക്ക് താത്തിയിടാം. ഇതാണ് താഴെ കിടക്കുന്ന ബെഡ് കേട്ടോ. അത്യാവശ്യം വലുപ്പമുള്ള ബെഡാണ്, നീളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബെഡിൻ്റെ 2 സൈഡിലായിട്ട് 2 ബോക്സ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ആണ് ഞാൻ എൻ്റെ തുണിയും കാര്യങ്ങളും ഒക്കെ വെക്കുന്നത്. പിന്നെ ഈ സ്വിച്ച് വരുന്നത് വണ്ടീൻ്റെ ഉള്ളിലെ ലൈറ്റ് കാര്യങ്ങൾ അതുപോലെ തന്നെ മേലത്തെ വിൻഡോ തുറക്കുന്നൊരു ഇതും കൂടെയാണ്. പിന്നെ ഇവിടെ ആയിട്ട് ഒരു ചാർജിങ് പ്ലഗും ഉണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ഷാമ്പു കാര്യങ്ങൾ അതുപോലെ വെള്ളമൊക്കെ ഞാൻ ഇതിനകത്ത് തന്നെയാണ് വെക്കാറ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ബെഡ് സ്പേസും അതിൻ്റെ അവിടെയുള്ള സ്റ്റോറേജും കാര്യങ്ങളൊക്കെ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിലൂടെ തന്നെ നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ഇന്നത്തെ ദിവസവും ഒരു അടിപൊളി ദിവസമായി മാറട്ടെ.